ഇതുപോലെ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ലാൻഡ് നോക്കുവാണെങ്കിലോ 5 സെന്റിൽ കൂടുതൽ സ്ക്വയർ ഫീറ്റ് 2100 4 ബെഡ്റൂമിന്റെ മനോഹരമായ ഒരു വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്നത് പഞ്ചായത്ത് ടാർ റോഡാണ്. ഇതുപോലെ റോഡ് ഫ്രണ്ടേജ് ആയി വരുന്ന വീടുകൾ എന്നും ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ. നല്ല വൈഡ് ആയിട്ടുള്ള റോഡാണ് വീടിന്റെ ഫ്രണ്ടിലൂടെ കടന്നു പോകുന്നത്. സ്ഥലം എവിടെയാണെന്ന് അറിയണ്ടേ? എറണാകുളം ജില്ലയിലെ പുക്കാട്ടുപടി കിഴക്കമ്പലം റൂട്ടില് പഴങ്ങനാട് എന്നാണ് സ്ഥലത്തിന്റെ പേര്. ബസ് റൂട്ടിനൊക്കെ വളരെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതുപോലെ ടാർ റോഡ് ഫ്രണ്ടേജ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ വീടിന്റെ ഭംഗി ഒന്ന് ആസ്വദിച്ചിട്ടേ കടന്നു പോവുള്ളൂ. മതിലിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഭംഗിയുള്ള ഡിസൈനും പെയിന്റിങ്ങും എല്ലാം തന്നെയാണ് മതിലിന് കൊടുത്തിരിക്കുന്നത്. പില്ലറുകളിലൊക്കെ ഭംഗിയുള്ള ലാമ്പ് വരുന്നുണ്ട്. മതിൽ കംപ്ലീറ്റ് ആയിട്ടും സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. 2 ഗേറ്റ് കിട്ടുന്നുണ്ട്. ചെറിയ ഗേറ്റ് വഴി നമുക്ക് നടന്നു കയറാം. വലിയൊരു ഗേറ്റ് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലും ഫോൾഡിംഗ് മെത്തേഡിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതും ലേസർ കട്ട് ഡിസൈനിലാണ് വരുന്നത്. വീടിന്റെ എലിവേഷൻ എടുത്തു പറയേണ്ടതാണ്. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പെയിന്റ് കാണുന്നുണ്ടെങ്കിലും വിൻഡോസിന്റെ ഔട്ട് ഫ്രെയിം ആണെങ്കിലും ടെക്സ്ചർ വർക്കുകളും എല്ലാം തന്നെ വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും നമ്മുടെ വീടിന്റെ ഭംഗി ഒന്നിനൊന്ന് മാറ്റുകൂട്ടുന്ന രീതിയിൽ തന്നെയാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിന്റെയും ബാൽക്കണിയുടെയും ഒക്കെ ആ ഒരു പോർഷൻ എടുത്തു പറയേണ്ടതാണ്. ബാൽക്കണിയുടെ പോർഷൻ ഒക്കെ നോക്കിയാൽ വളരെ ഭംഗിയായിട്ടുണ്ട്. അവിടെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ടെക്സ്ചർ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. വീട് ഫുൾ ആയിട്ട് തന്നെ സിലിണ്ടറിക്കൽ ലൈറ്റുകളാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ അകത്തേക്ക് കടക്കുന്ന സമയത്ത് കാർ പോർച്ച് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഒന്നാമത്തെ കാർ ഈ ഒരു കവേർഡ് പോർച്ചിൽ പാർക്ക് ചെയ്യാം. രണ്ടാമത്തെ കാർ വീട്ടിനകത്തേക്ക് എൻട്രി ചെയ്താൽ ലെഫ്റ്റ് സൈഡിലും പാർക്ക് ചെയ്യാം. ഫ്ലോർ കംപ്ലീറ്റ് ആയിട്ട് കോബിൾ സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ ലെഫ്റ്റ് സൈഡിലേക്കൊക്കെ വരുമ്പോൾ ഏരിയ നല്ല സ്പേഷ്യസ് ആണ്. എന്റെ പോർഷനിലായിട്ട് നോക്കിയാൽ ടെക്സ്ചർ വർക്ക് ചെയ്തിട്ട് അവിടെ നമുക്ക് ഭംഗിയായിട്ടാണ് ലൈറ്റ് ഫിറ്റിംഗ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ ലെഫ്റ്റ് സൈഡ് ആണ് ഈ കാണുന്നത്. ഏരിയ സ്പേഷ്യസ് ആണ്. ഫ്ലോർ ടൈലുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഏകദേശം വർക്ക് ഏരിയയുടെ പോർഷൻ ആണ്. റൂഫ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. വലിയൊരു കിണർ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. അതിനെ കണ്ടിന്യൂ ചെയ്ത് വീടിന്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ സിലിണ്ടർ വെക്കാനുള്ള കേജ് കിട്ടുന്നുണ്ട്. ഇവിടെയും നല്ല സ്പേഷ്യസ് ആയ ഏരിയ ആണ് കിട്ടുന്നത്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോഴുള്ള റൈറ്റ് സൈഡിലും നല്ല വൈഡ് ആയിട്ടുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്ന എക്സാക്ട് ലൊക്കേഷൻ പഴങ്ങനാട് എന്നാണ് സ്ഥലത്തിന്റെ പേര്. പുക്കാട്ടുപടി കിഴക്കമ്പലം റൂട്ടിലാണ്. ബസ് റൂട്ടിന് അടുത്തായിട്ടാണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലും ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വരുന്നത്. ഇവിടെ നിന്ന് പുക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് വെറും 1.5 കിലോമീറ്റർ ആണ്. കിഴക്കമ്പലത്തേക്ക് നോക്കുവാണെങ്കിൽ 2.9. ഇൻഫോ പാർക്കുകാർക്ക് വളരെ സൗകര്യമാണ്. വെറും 9 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇടപ്പള്ളിയിലേക്ക് 11, ആലുവയിലേക്ക് 9, എയർപോർട്ട് വളരെ ഈസിയാണ്. വെറും 18 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. ഒരു 3 ചെയറുകൾ അല്ലെങ്കിൽ 4 ചെയറുകളൊക്കെ പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. മെയിൻ ഡോർ നോക്കുവാണെങ്കിൽ ഇങ്ങനെയാണ്. നല്ല സ്ട്രോങ് ആയിട്ടും ഭംഗിയായിട്ടും ഒറ്റപ്പാളിയിൽ വെസ്റ്റ് ഫേസിങ് പടിഞ്ഞാറോട്ടാണ് ദർശനം വരുന്നത്. വീടിന്റെ ലിവിംഗ് സ്പേസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ഭംഗിയുള്ള ടൈലാണ്. ഇവിടുത്തെ ഇലക്ട്രിക്കൽ ഐറ്റംസ് ഒക്കെ നോക്കുവാണെങ്കിൽ സ്വിച്ചസ് ഒക്കെ ലെഗ്രാൻഡിലാണ് ചെയ്തിരിക്കുന്നത്. വുഡനൊക്കെ മരങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഡോറിന്റെയും വിൻഡോയുടെയും ഒക്കെ ആഞ്ഞിലിയിലും മഹാഗണിയിലുമാണ് ചെയ്തിരിക്കുന്നത്. സ്ട്രേറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് ടി വി യൂണിറ്റ് കാണാം. ഭംഗിയായ ഡിസൈനിലും മോഡലിലും ഒക്കെ ആയിട്ടാണ് ഓപ്പൺ ഷെൽഫുകളും ക്ലോസ്ഡ് കബോർഡുകളും ഒക്കെ ആയിട്ട് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ താഴെ നമുക്ക് 2 സൈഡിലായിട്ട് 3 വിൻഡോസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ഈ കാണുന്ന ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്. മുകളിൽ നമുക്ക് പെർഗോള മോഡലിലെ വിൻഡോസ് വരുന്നുണ്ട്. ടഫന്റെ ഗ്ലാസ് ഇട്ടിട്ട് അവിടെയും നമുക്ക് നല്ല രീതിയിൽ വെളിച്ചം കടക്കാനായിട്ടുള്ള അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. റൂഫിന്റെ ഏറ്റവും ടോപ്പിൽ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടൊരു ഷാൻലിയർ കൊടുത്തിട്ടുണ്ട്. അതിന്റെ സറൗണ്ടിങ് ഏരിയാസിലും ഭംഗിയായിട്ടാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നത്. ഈ ഒരു പോർഷൻ നമുക്ക് റൂഫ് കവർ ചെയ്തിട്ടുണ്ട്. അവിടെ ഭംഗിയായിട്ടാണ് പാനലിംഗ് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിലേക്കുള്ള എൻട്രൻസ് നോക്കിക്കോളൂ. വളരെ വലിയൊരു എൻട്രൻസ് ആണ് പാനലിംഗ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസ് 13.5 അടി നീളത്തിലും 10 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസ് എടുത്തു പറയേണ്ടതാണ്. വളരെ വലിയൊരു ഏരിയ തന്നെ ഡൈനിങ്ങിനായിട്ട് കിട്ടുന്നുണ്ട്. 14.5 അടി നീളവും 9.5 അടി വീതിയുമാണ്. എത്ര വലിയ ഡൈനിങ് ടേബിൾ വേണമെങ്കിലും നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. ഇവിടെയായിട്ട് വാഷ് ഏരിയ വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വുഡൻ പാനലിംഗ് വരുന്നുണ്ട്. ജെറയുടെയാണ് വാഷ് ബേസിൻ. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് വെച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ടുള്ള ബോക്സുകൾ കൊടുത്തിട്ടുണ്ട്. പെബിൾസ് ഇടാനും ഫ്ലവേഴ്സ് വെക്കാനൊക്കെ യൂസ് ചെയ്യാം. മിറർ വരുന്നുണ്ട്. മുകളിലൊക്കെ CNC കട്ടിങ്ങിനിടയിൽ നല്ല ലൈറ്റുകളാണ് വരുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിൽ വെച്ചിട്ട് താഴെ പോർഷനും നല്ല രീതിയിൽ കബോർഡുകളായിട്ടൊക്കെ തിരിച്ചിട്ട് അതിനടിയിൽ നമുക്ക് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ റൂഫ് നോക്കുവാണെങ്കിലും പാനലിംഗ് വർക്കുകളും LED സ്ട്രിപ്പുകൾ ബൾബുകളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിന്റെ ഈ ഒരു ഭാഗത്തു നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പുകളിൽ വരുന്നത്. ഫുഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽസ് വളരെ ഭംഗിയായിട്ടാണ് വുഡൻ ആയിട്ടുള്ള ഡിസൈനിൽ കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗത്ത് നമുക്ക് കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്.
ഇൻവെർട്ടർ വയ്ക്കാനും സാധനങ്ങൾ സൂക്ഷിക്കാനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. സ്റ്റെപ്പ് കയറി പോകുന്ന ആ ഒരു ഹോള് നിങ്ങളൊന്ന് നോക്കിക്കോളൂ. ഡബിൾ ഹൈറ്റഡ് ആയിട്ട് ഭംഗിയായിട്ടാണ് അവിടെ ഗ്ലാസുകൾ ഫിക്സഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ടോപ്പിൽ നോക്കിയാലും നല്ലൊരു ഷാൻലിയർ ആണ് അവിടെ കിട്ടുന്നത്. ഇവിടെ നമുക്ക് താഴെ 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇവിടെയൊക്കെ നമുക്ക് നല്ല സ്പേഷ്യസ് ആയ ഏരിയ ആണ് കിട്ടുന്നത്. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ നോക്കുവാണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. 13.5 ഫീറ്റ് ആണ് ബെഡ്റൂം സൈസ് വരുന്നത്. ചുറ്റിന് നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. റൂഫിലാണെങ്കിലും സിമ്പിൾ ആയ വർക്കുകളും LED സ്ട്രിപ്പുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബുകൾ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നല്ല ഭംഗിയുള്ള ഡിസൈനിൽ വുഡൻ ഔട്ട് ഫ്രെയിമോട് കൂടിയിട്ടാണ്. മിറർ കൂടി അതിനൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ബ്ലൂ ഷെയ്ഡിലുള്ള ടൈലുകളാണ് ബാത്റൂമിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് ജെറയുടെ ആണ് വരുന്നത്. സൗകര്യത്തോട് കൂടിയിട്ടാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ കിച്ചൺ ഒന്ന് കണ്ടു നോക്കാം. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചന്റെ സ്ഥാനം. ഓപ്പൺ കിച്ചൺ ആണ്. എൻട്രൻസ് നിങ്ങളൊന്ന് നോക്കിക്കോളൂ. വളരെ ഭംഗിയായിട്ടാണ്. മുകളിൽ ഭാഗത്തൊക്കെ CNC കട്ടിങ്ങും ലൈറ്റ് ഫിറ്റിംഗ്സും വരുന്നുണ്ട്. താഴെ കൗണ്ടർ ടോപ്പിന്റെ പോർഷന് താഴെ നോക്കിയാലും നല്ലൊരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. എൻട്രൻസിന്റെ ഈ ഭാഗത്ത് നമുക്കൊരു ക്രോക്കറി ഷെൽഫ് കിട്ടുന്നുണ്ട്. ഗ്ലാസ് ഡോറുകൾ കൊടുത്തിട്ട് ഗ്ലാസ് പാർട്ടീഷനും കൊടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. വളരെ സൗകര്യത്തോടു കൂടി ഒരു വലിയ കിച്ചൺ തന്നെയാണ് കിട്ടുന്നത്. കൗണ്ടർ ടോപ്പിന്റെ അകത്തുള്ള പോർഷനിൽ നമുക്ക് നിറയെ ഇതുപോലെ ചെറിയ ചെറിയ ക്യൂബിക്കിളുകളായിട്ടാണ് വാർഡ്രോബുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ ബാക്കിയുള്ള സറൗണ്ടിങ് ഏരിയാസിലൊക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. 3 വിൻഡോസ് വരുന്നുണ്ട്. എലേക്കയുടെ ഒരു ചിമ്മിണി കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള കൗണ്ടർ ടോപ്പ് കിട്ടുന്നുണ്ട്. വളരെ വലിയൊരു കിച്ചൺ തന്നെയാണ് കിട്ടുന്നത്. വൈറ്റ് കളർ ഗ്രാനൈറ്റ് ആണ് മുകളിൽ കൗണ്ടർ ടോപ്പിൽ വരുന്നത്. നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനിലാണ് ഇവിടുത്തെ കിച്ചൺ ക്യാബിനറ്റ്സ് ചെയ്തിരിക്കുന്നത്. മുകളിൽ 2 ലെയറിലും താഴെ 1 ലെയറിലും വരുന്നുണ്ട്. ഇടയ്ക്കെല്ലാം കാണുന്ന സ്പേസുകളിലൊക്കെ LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് സിങ്കും പൈപ്പ് കണക്ഷനും. റൂഫിലാണെങ്കിലും നല്ലൊരു ഡിസൈനും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് കിച്ചൺ കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുന്നത് സെക്കൻഡ് കിച്ചണിലേക്കാണ്. എൻട്രൻസ് പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെയും ഭംഗിയായിട്ട് തന്നെയാണ് ആ കൗണ്ടർ ടോപ്പ് ഒക്കെ ചെയ്തിരിക്കുന്നത്. സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നുണ്ട്. ഇവിടെയും നമുക്ക് മുകളിൽ 2 ലെയറിലും താഴെ 1 ലെയറിലും ആയിട്ടാണ് ക്യാബിനറ്റ്സ് വരുന്നത്. വിൻഡോയും കൊടുത്തിട്ടുണ്ട്. ഡോറ് തുറന്നാൽ നേരെ പുറത്തേക്ക് ഇറങ്ങാം. നമുക്കവിടെ വർക്ക് ഏരിയക്കുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ആണ് നമുക്കിനി കാണേണ്ടത്. ഇതിന്റെയും എൻട്രൻസിൽ പാനലിംഗ് വർക്കുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 15-10 ഫീറ്റ് ആണ് ബെഡ്റൂം സൈസ്. വാർഡ്രോബിന്റെ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് നോക്കുവാണെങ്കിലും നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 2 വിൻഡോസ് വരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ബാക്കിയുള്ള 2 വിൻഡോസ് അവിടെയും ഓപ്പോസിറ്റ് കാണുന്ന മോളിൽ വേറെയും വിൻഡോ കിട്ടുന്നുണ്ട്. ആ ഒരു ഭാഗത്തായിട്ടാണ് ഡ്രസ്സിംഗ് ടേബിൾ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ട് ഓപ്പൺ ഷെൽഫുകളും ഡ്രോസും ഒക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. റൂഫിലാണെങ്കിലും സിമ്പിൾ ആയിട്ടാണ് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ബാത്റൂംസ് ചെയ്തിരിക്കുന്നത്. എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നല്ല ഡെപ്തിൽ ചെയ്തിരിക്കുന്നത് ബാത്റൂമാണ്. സൗകര്യങ്ങൾ എല്ലായിടത്തും ഒരുപോലെ തന്നെ ജെറയുടെ ഫിറ്റിംഗ്സും ഒക്കെയാണ് വരുന്നത്. വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയാണ് അപ്പർ ലിവിംഗ് സ്പേസ്. നിങ്ങൾ നോക്കിക്കോളൂ. വളരെ വലിയൊരു ഹാള് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെയായിട്ടാണ് നിങ്ങൾക്ക് വിൻഡോസ് കിട്ടുന്നത്. ഇവിടെയായിട്ട് നമുക്ക് TV വെക്കാനോ ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനോ ഒക്കെ ആയിട്ട് നല്ലൊരു വർക്ക്സ്റ്റേഷൻ ടേബിൾ ഫെസിലിറ്റി കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റൂഫിന്റെ കംപ്ലീറ്റ് റൂഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയ വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി മുകളിലുള്ള 2 ബെഡ്റൂമുകളൊന്ന് നോക്കാം. 15.5 അടി നീളവും 10 അടി വീതിയും കൊടുത്ത വലിയ ബെഡ്റൂമാണ്. എൻട്രി ചെയ്യുമ്പോൾ തന്നെയുള്ള ഈ ഒരു വാർഡ്രോബിന്റെ സൈഡിൽ ഭംഗിയുള്ള വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള കളർ കോമ്പിനേഷനിലാണ് വരുന്നത്. വിൻഡോസ് നിങ്ങൾക്ക് ചുറ്റിനും നോക്കിയാൽ കാണാം. ഒരുപാട് വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡ്രസ്സിംഗ് ടേബിൾ ഭംഗിയുള്ള ഒരു ഡിസൈനിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് സ്ലൈഡ് ചെയ്യാവുന്ന മെത്തേഡിൽ ഒരു ഗ്ലാസ് ഡോർ കൊടുത്തിട്ടുണ്ട്. തുറന്നിറങ്ങുന്നത് ബാൽക്കണിയിലേക്കാണ്. ഹാൻഡ് റൈൽസ് ഒക്കെ സേഫ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. റൂഫിലാണെന്നുണ്ടെങ്കിലും ഭംഗിയുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ സിമ്പിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിൽ നോക്കുവാണെങ്കിൽ ബ്ലൂ കളറുള്ള ടൈലാണ് വരുന്നത്. ഫിറ്റിംഗ്സ് എല്ലാം ജെറയുടെയാണ്. ബാത്റൂമുകളൊക്കെ നല്ല സൗകര്യത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ ഈ ഒരു ഹാളിൽ നിൽക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണുന്നത് നമ്മുടെ ലിവിംഗ് സ്പേസിന്റെ ആ ഒരു ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള സ്പേസ് ആണ്. ഇവിടുത്തെ ബാൽക്കണി വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ചെറിയ ബാൽക്കണി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലൊക്കെ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് പാനലിംഗ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. സിലിണ്ടറിക്കൽ ലൈറ്റുകളുമാണ്. ഹാൻഡ് റൈൽസ് ഒക്കെ സേഫ് ആയിട്ട് ചെയ്ത് ടഫിന്റെ ഗ്ലാസ് ആണ്. ഇവിടെ താഴേക്ക് ഒരു പോർഷൻ കൂടി നമുക്ക് ബാൽക്കണിയുടെ ഈ ഒരു ഭാഗത്ത് കണ്ടിന്യൂ ചെയ്ത് കിട്ടുന്നുണ്ട്. അതും അത്യാവശ്യം വലിയ പോർഷൻ തന്നെയാണ്. ചെടിച്ചട്ടികളൊക്കെ വയ്ക്കാൻ നമുക്ക് ആ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്.
ഇനി നമുക്ക് ഇവിടുത്തെ ഫൈനൽ ആൻഡ് ഫോർത്ത് ബെഡ്റൂം ആണ് കാണാനുള്ളത്. 14 അടി നീളവും 10 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ്. എല്ലാ ബെഡ്റൂമിലും പോലെ ഇവിടെയും വാർഡ്രോബിന്റെ ഈ ഒരു ഭാഗത്ത് CNC കട്ടിങ് ചെയ്തിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെ നല്ലൊരു ഡിസൈനിലാണ്. അതിന്റെ കൂടെ മിററും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വിൻഡോസ് നോക്കുവാണെങ്കിൽ എല്ലാ ഭാഗത്തും തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വിൻഡോസ് ആണ് കിട്ടുന്നത്. റൂഫ് സിമ്പിൾ ആയ വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഗ്രീൻ കളറിലുള്ള ഭംഗിയുള്ള ഗ്ലോസി ടൈലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് എല്ലാം ജനയുടെ തന്നെയാണ്. ഈ ഒരു 4ാമത്തെ ബാത്റൂമും സൗകര്യത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ യൂട്ടിലിറ്റി ഏരിയ ആണ് കാണേണ്ടത്. ഈ ഒരു ഭാഗത്തായിട്ട് അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു യൂട്ടിലിറ്റി സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. കംപ്ലീറ്റ് ആയിട്ട് റൂഫ് കവർ ചെയ്തിട്ടുണ്ട്. ഫ്ലോറിൽ ഡിഫറെന്റ് ആയ ഒരു ടൈലാണ് കൊടുത്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ഇവിടെ തന്നെയാണ് വരുന്നത്. ഇതിനോട് അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ ഒരു സ്പേസ് കൂടി നമുക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അതിന്റെയും റൂഫ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. ടെറസ് കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ വീട് കണ്ടല്ലോ. ഇന്ന് മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് എറണാകുളം ജില്ലയിൽ പഴങ്ങനാട് എന്നാണ് സ്ഥലത്തിന്റെ പേര്. പൂക്കാട്ടുപടി കിഴക്കമ്പലം റൂട്ടിലുള്ള സ്ഥലമാണ് പഴങ്ങനാട്. നമുക്ക് ഹോസ്പിറ്റൽസ് ആണെങ്കിലും സ്കൂളുകളാണെങ്കിലും മാർക്കറ്റ് സൗകര്യങ്ങൾ എല്ലാം ഉള്ള സ്ഥലമാണ് പഴങ്ങനാട് എന്ന് പറയുന്നത്. നമുക്ക് ഏകദേശം മെയിൻ റൂട്ടിനോടൊക്കെ വളരെ അടുത്തായിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ലാൻഡ് അളവ് നോക്കുവാണെങ്കിൽ 5.15 ആണ്. സ്ക്വയർ ഫീറ്റ് 2100. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. 5.15 സെന്റ് ഓഫ് ലാൻഡിൽ 2100 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. നമുക്ക് യൂട്ടിലിറ്റി സൗകര്യങ്ങൾ കിട്ടുന്നുണ്ട്. ബാൽക്കണി കിട്ടുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ പുറത്തായിട്ട് വർക്ക് ചെയ്തെടുക്കാനുള്ള സൗകര്യം കൂടി കിട്ടുന്നുണ്ട്. നല്ല വലിയൊരു കിണർ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നല്ല വെള്ളം തന്നെയാണ്. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. എടുത്തു പറയേണ്ടത് പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ മാർബിൾ ഹോംസിലൂടെ ഈ ഒരു വീട് 1,05,00,000 രൂപ അത്യാവശ്യം നല്ല നെഗോഷ്യബിൾ പ്രൈസിൽ സ്വന്തമാക്കാം. 1.05 CR ആണ് ഓണർ ചോദിക്കുന്ന പ്രൈസ്. പക്ഷേ മാർബിൾ ഹോംസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നിങ്ങൾ വരുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നെഗോഷ്യബിൾ ആക്കി ഈ ഒരു വീട് നിങ്ങൾക്ക് വാങ്ങിച്ചു തരുന്നതായിരിക്കും. മാർബിൾ ഹോംസിനുള്ള റേറ്റ് കുറച്ച് ഈ ഒരു വീട് നിങ്ങൾക്ക് മറ്റാർക്കിന്റെ കയ്യിൽ നിന്ന് കിട്ടാനായിട്ട് സാധ്യത കുറവാണ്. നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റിയിൽ വേണമെങ്കിലും ഈ ഒരു വീട് അവൈലബിൾ ആണ്. ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോൺ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾ മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുന്ന സമയത്ത് ഞങ്ങൾ കോൾ അറ്റൻഡ് ചെയ്തില്ല എങ്കിൽ ഒരിക്കലും ഞങ്ങൾക്ക് നിങ്ങളുടെ കോൾ നഷ്ടപ്പെടരുത്. നിങ്ങൾ ഉടനെ തന്നെ ആ സ്പോട്ടിൽ തന്നെ ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക്, സെയിം നമ്പർ തന്നെയാണ് വാട്സ്ആപ്പ് ഫെസിലിറ്റി ഉള്ളത്, ഒരു ഹായ് ആൻഡ് നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്ത് അയച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ അടുത്ത 1 അവറിനുള്ളിൽ തീർച്ചയായിട്ടും നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒട്ടും വൈകണ്ടാട്ടോ. നല്ലൊരു സ്ഥലത്ത് നല്ലൊരു ലൊക്കേഷനിൽ നല്ലൊരു പ്രൈസിൽ ഞങ്ങൾ തീർച്ചയായിട്ടും വാങ്ങി തരുന്നതായിരിക്കും. സ്ക്രീനിൽ നമ്പറുകളുണ്ട്, പെട്ടെന്ന് വിളിച്ചോളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു നല്ല വീടിന്റെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.